പോളിംഗ് രേഖപ്പെടുത്തുന്നുണ്ട്. ആദ്യ മണിക്കൂറുകളിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. ആദ്യ മണിക്കൂറുകളിൽ 20% വോട്ട് കടന്നു കഴിഞ്ഞു. ചൂട് കൂടുന്നതിന് മുമ്പ് കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്താനാണ് രംഗത്തുനിന്ന്. അതുകൊണ്ടാണ് പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. പാലക്കാട് രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. രാവിലെ 6 മണിയോടുകൂടി തന്നെ ആളുകൾ പോളിംഗ് ബൂത്തിലെത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പ്രമുഖരെല്ലാം തന്നെ രാവിലെ വോട്ട് ചെയ്തു. മണപ്പുള്ളിക്കാവ് സ്കൂളിൽ LP സ്കൂളിൽ ആദ്യമായി വോട്ട് ചെയ്യാനെത്തിയത് വടകര UDF സ്ഥാനാർത്ഥിയായ ഷാഫി പറമ്പിലായിരുന്നു. അതുപോലെ തന്നെ സിറ്റിംഗ് MPയും പാലക്കാട് UDF സ്ഥാനാർത്ഥിയുമായ VK ശ്രീകണ്ഠൻ ഷൊർണൂരിലെ സെന്റ് തെരാസസ് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. AK ബാലൻ വീടിന് സമീപമുള്ള സ്കൂളിൽ തന്നെ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിജയരാഘവന് തൃശൂർ കേരളവർമ്മ കോളേജിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. ഇങ്ങനെ പാലക്കാടുള്ള പ്രമുഖരെല്ലാം തന്നെ വിവിധ സ്ഥലങ്ങളിലെത്തി. അതുപോലെ തന്നെ സിനിമക്കാരായ ലാൽ ജോസ് ഒറ്റപ്പാലം GLP സ്കൂളിലായിരുന്നു വോട്ട് രേഖപ്പെടുത്തിയത്. എന്തായാലും പാലക്കാട് വലിയ കടുത്ത ചൂട് തന്നെ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി നേരത്തെ എത്തുക, വോട്ട് ചെയ്ത് മടങ്ങുക. ഉച്ചയോടുകൂടി കൂടുതൽ വഷളാവും, ചൂട് കൂടുതൽ വർദ്ധിക്കാനുള്ളൊരു സാധ്യത കൂടി കണക്കിലെടുത്തുകൊണ്ട് പരമാവധി ആളുകൾ രാവിലെ മുതൽ തന്നെ എത്തി. ഇനി അതായത് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട് ഉള്ള ഒരു ദിവസം കൂടിയാണെന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വോട്ട് രേഖപ്പെടുത്തി പോവുക, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം വോട്ട് രേഖപ്പെടുത്തി പോകാൻ തന്നെയാണ് ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഇതിനിടയിൽ ബിഷപ്പിന്റെ, അതായത് പാലക്കാട് ബിഷപ്പ് പീറ്റർ കൊച്ചുപുരയ്ക്കലിന്റെ പേര് വോട്ടർ പട്ടികയിൽ നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വലിയ രീതിയിൽ തന്നെ ചർച്ചയായ ഒരു സമയം കൂടിയാണിത്. എന്തായാലും വോട്ടിംഗ് ശതമാനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാട് ഒട്ടുമിക്ക എല്ലാ സ്കൂളുകളിലും, പ്രത്യേകിച്ച് എല്ലാ ബൂത്തുകളിലും നല്ല തിരക്ക് തന്നെ രാവിലെ മുതൽ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. എന്തായാലും പാലക്കാട് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ 70-75% വരെ പോളിംഗ് ഉണ്ടായതാണ്. ഇത്തവണയും പോളിംഗ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോഴുള്ള ആൾക്കൂട്ടത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് പാലക്കാട് ചിത്രം. ഉഷ്ണതരംഗ സാധ്യത ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ലയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ അതിരാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് പാലക്കാട് ബൂത്തുകളിൽ അനുഭവപ്പെടുന്നുണ്ട്. ഒരുപക്ഷെ ഉച്ചയോടുകൂടി, ചൂട് കൂടുന്നതോടുകൂടി പോളിംഗ് ശതമാനത്തിൽ ചില കുറവ് വന്നേക്കാം. പിന്നീട് വൈകിട്ടാവും ശക്തമായ പോളിംഗ് നടക്കുന്നത്. കോട്ടയത്തേക്ക് പോകുമ്പോൾ കോട്ടയത്തും ആദ്യ മണിക്കൂറുകളിൽ കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. 26% കോട്ടയത്തെ പോളിംഗ് ശതമാനം പിന്നിട്ട് കഴിഞ്ഞു. കോട്ടയത്ത് പൊതുവെ തെരഞ്ഞെടുപ്പ് സമാധാനപരമായി തന്നെ പുരോഗമിക്കുകയാണ്. എവിടെയും കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലായിടത്തും മികച്ച പോളിംഗ് രേഖപ്പെടുത്തുന്നു എന്നുള്ളതാണ് കക്ഷികളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ കാര്യമായിട്ടുള്ളത്. പ്രമുഖരെല്ലാവരും ഏതാണ്ട് രാവിലെ തന്നെ വോട്ട് ചെയ്യുകയും ചെയ്തു. പോളിംഗ് കേന്ദ്രത്തിൽ എല്ലായിടത്തും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു കാഴ്ചയാണ് രാവിലെ മുതൽ നമുക്ക് കാണാൻ സാധിച്ചത്. കഴിഞ്ഞ തവണ 75% പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് മറികടന്ന് മുന്നോട്ട് പോകുമോ എന്നുള്ള സംശയം മാത്രമാണ് ഇനി ബാക്കിയുള്ളത്. എന്തായാലും ഒരുപക്ഷെ വൈകുന്നേരമൊക്കെ മഴയൊക്കെ പെയ്യാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെ ആയിരിക്കാം. രാവിലെ തന്നെ വലിയൊരു നിര, അതായത് വോട്ടർമാരുടെ വലിയൊരു നിര എല്ലായിടത്തുമുണ്ട്. രാവിലെ മുതൽ അല്പം പോളിംഗ് ശതമാനം കൂടി നിൽക്കുന്നത്, അതായത് 0.5% മാത്രം കൂടി നിൽക്കുന്നത് കോട്ടയം മണ്ഡലത്തിലാണ്. തൊട്ട് പിന്നിൽ പിറവും പാലയും അങ്ങനെ എല്ലാ മണ്ഡലങ്ങളുമുണ്ട്. ഏതാണ്ട് ഒപ്പത്തിനൊപ്പം മുന്നോട്ട് പോവുകയാണ്. ഓരോ മണിക്കൂറിലും കോട്ടയത്തെ ഒരു പോളിംഗ് ശതമാനം രാവിലെ പോളിംഗ് തുടങ്ങിയത് മുതൽ എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും മുന്നണികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഇതെന്തിന്റെ സൂചനയാണ് എന്ന ചോദ്യത്തിന് എല്ലാ മുന്നണികളും തങ്ങൾക്ക് അനുകൂലമായ പോളിംഗിന്റെ സൂചന എന്ന തരത്തിലാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മുന്നണികൾ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. വൈകുന്നേരം വരെ ഇത്തരത്തിൽ മികച്ച പോളിംഗ് ഉണ്ടാകും എന്ന പ്രതീക്ഷയിലുമാണ്. യെസ്, അതാണ് കോട്ടയത്തിന്റെ ചിത്രം. കോട്ടയത്തും വലിയ പോളിംഗ് ആണ്. നേരത്തെ സൂചിപ്പിച്ച മറ്റൊരു വാർത്തയിലേക്ക് വരാം. പത്തനംതിട്ടയിൽ വീണ്ടും കള്ളവോട്ട് ഉണ്ടായി എന്നതാണ് പരാതി. ഓമല്ലൂർ 205 നമ്പർ ബൂത്തിലെ വോട്ടർ ജോമോൻ K യേശുദാസ് അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ മറ്റാരോ ഈ വോട്ട് ചെയ്തതായി കണ്ടെത്തി. ശശിനാരായണൻ നമുക്കൊപ്പം ചേരുന്നു. ശശിനാരായണൻ, വീണ്ടും കള്ളവോട്ട് ആക്ഷേപം ഉയരുകയാണ്. എന്താണ് ഇതിന്റെ വസ്തുത? ഈ കള്ളവോട്ട് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ടോ? സഹിත അത്തരം കള്ളവോട്ട് നടന്നുള്ളതാണ് ഒരു ആരോപണമുള്ളത്. എന്തായാലും ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥരെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായി ഇത് നടന്നെന്നുള്ള വോട്ട് ചെയ്യാൻ ആൾ വന്നപ്പോൾ ആ വോട്ട് പകരക്കാരൻ ചെയ്തതായിട്ടാണ് അറിയുന്നത്. അത്തരത്തിൽ ഒരു വലിയ
ഒരു പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും അത് ഉദ്യോഗസ്ഥന്മാർ കണ്ടെത്തുന്നതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കണം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഈ ഇത്തരത്തിലുള്ള ചില പ്രാദേശികമായുള്ള ചില വിഷയങ്ങൾ ഈ വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. അതൊക്കെ വീണ്ടും പരിശോധിച്ചതിന് ശേഷമാണ് വീണ്ടും വോട്ടെടുപ്പ് നടന്നിട്ടുള്ളത്. മറ്റു കാര്യം ഉള്ളത് പന്തളം ചേരിക്കലിലെ ബൂത്ത് നമ്പർ 4 ബൂത്തിലെ വോട്ടിംഗ് നിർത്തിവെച്ചിട്ടുണ്ട്. ഒരാൾ 2 വോട്ട് ചെയ്തെന്ന് ഉള്ള ആരോപണത്തെ തുടർന്നാണ് വോട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നത്. അത്തരത്തിൽ ചില ഇടങ്ങളിലൊക്കെ അത്തരം പരാതികൾ പത്തനംതിട്ട ജില്ലയിൽ നിന്നും വരുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് പിന്നീട് ഈ വോട്ടിംഗ് നടക്കുന്നത്. അതായത് ഈ ഒരു കാര്യത്തിൽ യേശുദാസിന്റെ വോട്ട് മറ്റൊരാൾ ചെയ്തു എന്നുള്ള കാര്യത്തിൽ തന്നെ ഉറച്ചിരിക്കുന്നത്. പക്ഷേ പരാതി കിട്ടിയിട്ടുണ്ട്. അതിന്റെ അനുസരിച്ച് പരിഹരിക്കാനുള്ള നടപടികൾ തുടർന്നു വരികയാണ്. എന്തായാലും 27% വോട്ട് പത്തനംതിട്ടയിൽ ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, 27.20 അതാണ് കൃത്യമായ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിന്റെ പോളിംഗ് ശതമാനം. മറ്റൊരു ആരോപണം വരുന്നത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. ആറ്റിങ്ങലിൽ വീണ്ടും കള്ളവോട്ട് എന്നാണ് പരാതി ഉയരുന്നത്. പോത്തൻകോട് മേരിമാത സ്കൂളിൽ കള്ളവോട്ട് നടന്നു എന്നതാണ് ആക്ഷേപം ഉയർന്നിരിക്കുന്നത്. 66-കാരിയായ ലളിതമ്മയുടെ വോട്ടാണ് മറ്റാരോ ചെയ്തത്. എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ പരാതി ഉയർന്നു. ഒടുവിൽ ഈ ലളിതമ്മയ്ക്ക് ടെൻഡർ വോട്ട് ചെയ്യാനുള്ള അനുമതി നൽകുകയാണ് ചെയ്തത്. അതായത് ഈ കള്ളവോട്ട് എന്ന ആക്ഷേപം സ്ഥിരീകരിക്കപ്പെട്ട ലളിതമ്മ ചെയ്ത വോട്ട് പിന്നീട് വാലിഡായി പ്രഖ്യാപിക്കുന്ന രീതിയിലാണ് ടെൻഡർ വോട്ട് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു നടപടി ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് കള്ളവോട്ട് ആക്ഷേപം പലയിടങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൊച്ചിയിൽ, എറണാകുളം ജില്ലയിലുണ്ടായി. ഒപ്പം അല്പസമയം മുമ്പ് നമ്മൾ കണ്ട പത്തനംതിട്ടയിലുണ്ട്. ഒപ്പം ആറ്റിങ്ങലിലും സമാനമായ ആക്ഷേപം ഉയർന്നു എന്നതാണ് സാഹചര്യം. നിർണായകമായ വിധിയെഴുത്തിലാണ് കേരളം. രാജ്യത്ത് ആര് ഭരിക്കണം, ആര് നിയന്ത്രിക്കണമെന്ന് തീരുമാനിക്കുന്ന നിർണായക വിധിയെഴുത്തിൽ കേരളവും അതിൻ്റെ ഭാഗധേയം നിർണ്ണയിക്കുകയാണ്. അതിശക്തമായ രാഷ്ട്രീയ പോരാട്ടം. രാവിലെ മുതൽ നിരവധി തെരഞ്ഞെടുപ്പ് വിവാദങ്ങൾ ഉയർന്നു വരികയാണ്. ഇതിനിടയിലാണ് കനത്ത പോളിംഗ് നടക്കുന്നത്. കനത്ത പോളിംഗ് തങ്ങൾക്ക് അനുകൂലമെന്ന UDFന്റെ വാദം, അത് തരംഗമാണെന്ന UDFന്റെ വാദം. എന്നാൽ മുഖ്യമന്ത്രി ഇത് ഇടതു മുന്നണിയുടെ വിജയമാണെന്ന മുഖ്യമന്ത്രിയുടെ അവകാശവാദം. ഇതിനിടയിലാണ് കള്ളവോട്ട് ആക്ഷേപമടക്കമുള്ള മറ്റു വിവാദങ്ങളും വരുന്നത്. എന്താണ് ആറ്റിങ്ങലിലെ പോത്തങ്കോട് നടന്നത് നമുക്ക് പരിശോധിക്കാം. വിവി അരുൺ നമുക്കൊപ്പം ചേരുന്നു. വിവി അരുൺ, ഇതെന്താണ് ഈ ആക്ഷേപം? ഈ ലളിതാമ്മ അവരുടെ പരാതി സ്ഥിരീകരിച്ചിട്ടുണ്ടോ? ഇത് കള്ളവോട്ടാണെന്ന് കണ്ടെത്തി കഴിഞ്ഞോ? അവരുടെ വോട്ട് മറ്റാരോ ചെയ്തു. രാവിലെ 8 മണിക്കാണ് ലളിതമ്മ ബൂത്തിൽ എത്തിയത്. പക്ഷെ അപ്പോഴേക്കും മറ്റാരോ ആ വോട്ട് ചെയ്തു പോയി കഴിഞ്ഞു. അതാണ് ആറ്റിങ്ങലിലെ സംഭവം. ആറ്റിങ്ങൽ പോത്തൻകോട് മേരിമാത സ്കൂളായിരുന്നു പോളിംഗ് സ്റ്റേഷൻ. അവിടെയാണ് 66-കാരിയായ ലളിതമ്മ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അവരുടെ വോട്ട് 8 മണിക്ക് മുമ്പ് മറ്റാരോ ചെയ്തു പോയതായി അറിയുന്നത്. ഇതിന് പിന്നാലെ അവിടെയും നമ്മൾ നേരത്തെ കുന്നൂർ സ്കൂളിൽ കണ്ടതുപോലെ, കുന്നൂർ UPS കണ്ടതുപോലെ അവിടെയും ടെൻഡർ വോട്ട് ചെയ്യാനുള്ള അവസരം ലളിതാമ്മയ്ക്ക് കൊടുത്തു. രണ്ടാമത്തെ സംഭവമാണ് തിരുവനന്തപുരത്ത് ഉണ്ടാകുന്നത്. ഒന്ന് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലും മറ്റൊന്ന് പോത്തൻകോട് ലോക്സഭാ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പോത്തൻകോട്. 2 സ്ഥലത്തുമാണ് ഇത്തരത്തിൽ കള്ള വോട്ട് ആരോപണം ഉയർന്നത്. രണ്ടിടത്തും യഥാർത്ഥ വോട്ടർമാരെത്തുമ്പോൾ മറ്റാരോ വോട്ട് ചെയ്ത് മടങ്ങിപ്പോയത്. മറ്റൊരു പരാതി കൂടിയുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥ KM എബ്രഹാമിന്റെ, മുൻ ധനകാര്യ സെക്രട്ടറി KM എബ്രഹാമിന്റെ വോട്ടും ഇത്തരത്തിൽ ചെയ്യാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ വോട്ടിന്റെ ക്രമനമ്പറിൽ മറ്റൊരു സ്ത്രീയുടെ പേര് വന്നു എന്നാണ് പരാതി. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അല്പസമയത്ത് കുറച്ചുകൂടി വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പലയിടത്തും ഈ വോട്ടർ പട്ടികയിലും അതുപോലെ വോട്ട് ചെയ്യാൻ എത്തുന്നവർക്ക് വോട്ട് ചെയ്യാൻ കഴിയുന്ന പരാതിയുമുണ്ട്. ഉദ്യോഗസ്ഥരുടെ പോളിംഗ് മെല്ലെപ്പോക്ക് തരത്തിലുള്ള പരാതി പലയിടത്തും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. കുന്നൂർ UPSലടക്കം നേരത്തെ ശക്തമായ പ്രതിഷേധം രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ, വലതു മുന്നണിയിലെ പ്രവർത്തകർ അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ പലയിടത്തും ചില പ്രശ്നങ്ങളുണ്ട്. രാവിലെ കുമാരപുരം UPSൽ 3/4 മണിക്കൂറോളം വൈകിയാണ് വോട്ടിംഗ് ആരംഭിക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ 2 ഇടത്ത് ഇത്തരത്തിൽ കള്ളവോട്ട് ആരോപണം ഉയർന്നു വരുന്നു. യെസ്, അത് അരുൺ സൂചിപ്പിച്ചതാണ് സാഹചര്യം. ആക്ഷേപം പലതരത്തിൽ ഉയരുന്നുണ്ട്. ഈ തെരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതലുണ്ട്. ഇരട്ട വോട്ട് വിവാദം നേരത്തെ തന്നെ ഉയർന്നതാണ്. പക്ഷേ ഇരട്ട വോട്ട് ആക്ഷേപത്തിൽ വസ്തുതയില്ല എന്ന വിലയിരുത്തലിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയത്. പക്ഷേ പോളിംഗ് നടപടി ആരംഭിച്ചപ്പോൾ തന്നെ EVM മെഷീനുകളിൽ തകരാറുകൾ ശ്രദ്ധയപ്പെടുന്നു. കള്ളവോട്ട് ആക്ഷേപം ഉയരുന്നു. ഒപ്പം തന്നെ ചില പ്രമുഖർക്ക് വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ അവരുടെ പേരുകൾ ഈ ബാലറ്റ് പേപ്പറിൽ അവരുടെ വോട്ടർ പട്ടികയിൽ അവരുടെ പേരില്ല തുടങ്ങിയ കാര്യങ്ങൾ വലിയ വിവാദമാകുന്നു. ഇങ്ങനെ വിവാദങ്ങൾ ഉയരുന്നുണ്ട്. പക്ഷേ അക്രമ സംഭവങ്ങളോ മറ്റ് അനിഷ്ട സംഭവങ്ങളോ ആ തരത്തിലൊന്നും റിപ്പോർട്ട് ചെയ്യുക ഇതുവരെ കാര്യമായി ഒന്നും റിപ്പോർട്ട് ചെയ്തില്ല എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. നമ്മൾ പോകുന്നത് കാസർഗോഡേക്കാണ്. നിർണായക രാഷ്ട്രീയ വിധിയെടുത്ത് നടക്കുന്ന കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് നമുക്ക് പരിശോധിക്കാം. KV ബൈജു നമുക്കൊപ്പമുണ്ട്. ബൈജു, കാസർഗോഡിന്റെ രാഷ്ട്രീയ പോരാട്ടം അതിനിർണായകമാണ്. എങ്ങനെയാണ് കാസർഗോഡ് വിധി എഴുതുന്നത്? പോളിംഗ് ബൂത്തുകളിലെ കാഴ്ച അതെങ്ങനെയാണ്?
തീർച്ചയായും രാവിലെ മുതൽ തന്നെ നീണ്ട നിരയാണ് എല്ലാ ബൂത്തുകളിലും കാണാൻ സാധിച്ചത്. ഇപ്പോഴും അതേ അവസ്ഥയാണ്, സമാന അവസ്ഥയാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനം കല്യാശ്ശേരി മണ്ഡലത്തിൽ 30% പോളിംഗ് ആയിരിക്കുന്നു എന്നതാണ്. ഇടത് കേന്ദ്രത്തിൽ, അതായത് ഇടത് കേന്ദ്രമെല്ലാം പയ്യന്നൂർ, കല്യാശ്ശേരി, അതുപോലെ തന്നെ തൃക്കരിപ്പൂർ, ഈ 3 സ്ഥലങ്ങളിലും രാവിലെ മുതൽ തന്നെ വലിയ തോതിലുള്ള പോളിംഗ് ശതമാനമാണ്. ഇപ്പോൾ കല്യാശ്ശേരിയാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത്, 30% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്തായാലും രാവിലെ തന്നെ വലിയ പോളിംഗാണ് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഇത്തരത്തിൽ കാണാൻ സാധിച്ചു. എന്നാൽ രാവിലെ സ്ഥാനാർത്ഥികളെല്ലാം രാവിലെ 7 മണിയോടുകൂടി തന്നെ ആദ്യ വോട്ടുകൾ രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. സ്ഥാനാർത്ഥികൾ ഇപ്പോൾ പല ബൂത്തുകളിൽ സന്ദർശനം നടത്തുന്ന തിരക്കിലാണ്. എന്തായാലും വളരെ സമാധാനപരമായാണ് കാസർഗോഡ് ജില്ലയിൽ പോളിംഗ് പുരോഗമിക്കുന്നത്. പക്ഷേ ഇതിനിടയിലെല്ലാം ഈ പോളിംഗ് വളരെ വൈകിയാണ് വോട്ടെടുപ്പ് നടക്കുന്നതെന്ന ഒരു പരാതി, ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. രാവിലെ 2-3 ഇടങ്ങളിൽ മാത്രം ഇത്തരത്തിൽ മെഷീൻ പണിമുടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അരമണിക്കൂറോളം തടസ്സപ്പെട്ടതിന് ശേഷമാണ് പോളിംഗ് ആരംഭിച്ചത്. എന്നാൽ ഇപ്പോഴും വളരെ മന്ദഗതിയിൽ വൈകിയാണ് ഇത്തരത്തിൽ പോളിംഗിന്റെ ഈ നടപടിക്രമങ്ങൾ നടക്കുന്നത് എന്ന ഒരു ആക്ഷേപം ഉയരുന്നുണ്ട്. യെസ്, അതാണ് ബാജി സൂചിപ്പിക്കുന്നത്. കാസർഗോഡ് ഔദ്യോഗിക പോളിംഗ് ശതമാനം 26.33 ആണ്. പക്ഷേ ഇത് 11:20 വന്ന കണക്കാണ്. ഇപ്പോൾ സമയം 11:49. അടുത്ത അപ്ഡേഷന് സമയമാകുന്നു. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അപ്ഡേഷൻ പുറത്തു വരുന്നു. 30 അടുത്ത് കഴിഞ്ഞിരിക്കണം സംസ്ഥാനത്തെ പോളിംഗ് ശതമാനം എന്ന് വേണം നമുക്ക് പ്രതീക്ഷിക്കാൻ. നമുക്ക്